സാറേ ഗുഡ് ഈവനിങ്. അപ്പൊ നമ്മുടെ ബിസിനസ്സിലെ വളരെ ഭയങ്കരമായ ഒരു സന്തോഷ ദിനമാണ് ഇന്ന് എന്ന് വിശ്വസിക്കുന്നു. അപ്പോ PVC മെറ്റ ഇന്ത്യയിൽ അതിന്റെ ഒരു പ്രാധാന്യം സാർ ഒന്ന് പറയാം, ഒരു ചെറിയ സമയം. PVC മെറ്റ ബിനാൻസിന്റെ വെബ്3 ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, കുറച്ച് നാള് മുമ്പേ. പക്ഷെ ട്രേഡിങ്ങിന് വേണ്ടി ഓപ്പൺ ചെയ്തിട്ടില്ല എന്ന് മാത്രമാണ്. പക്ഷെ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ എക്സ്ചേഞ്ചിക്കും ഫോറിൻ എക്സ്ചേഞ്ചുകളാണ്. ഇന്ത്യയിലുള്ള എക്സ്ചേഞ്ചിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല, പറയുന്നില്ല. അതെ, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞാല് ലാർജസ്റ്റ് എക്സ്ചേഞ്ച്, അപ്പൊ അതാണ് CoinDCX. ഓക്കെ, അതിന്റെ വെബ്3 PVC മെറ്റ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. മാത്രമല്ല അതിനകത്ത് അവിടെ നിന്ന് നേരെ മെറ്റാമാസ്കിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള സംശയം ഉണ്ട് എനിക്ക്. അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റ് വഴി മെറ്റാമാസ്ക് വഴി കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇന്ത്യൻ മണി കൊടുത്ത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു സംവിധാനം വരാൻ പോകുന്നു PVC മെറ്റ പർച്ചേസ് ചെയ്യാൻ. അതുപോലെ ഇന്ത്യൻ മണി ഉപയോഗിച്ചിട്ട് സെയിൽ ചെയ്യാൻ പോകുന്നു. ഇത് രണ്ടും അവിടെ വരാൻ പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ട്രേഡിങ്ങിന് വേണ്ടി സെറ്റിംഗ് ആയി എന്ന് അർത്ഥം. ഓപ്പൺ ആക്കിയില്ല, സമീപ ഭാവിയിൽ എന്തായാലും അതെല്ലാം ഓപ്പൺ ആവും. എന്ന് വെച്ചാൽ ട്രേഡിങ്ങിന് വേണ്ടി ഇന്ത്യൻ പ്ലാറ്റ്ഫോമും കൂടി PVC മെറ്റ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നർത്ഥം. 2025 ചെറിയ കളിയൊന്നുമല്ല. കാരണം ഈ കമ്പനി പറഞ്ഞാൽ ബോംബെയിൽ 2018 തുടങ്ങിയ കമ്പനിയാണ്. ഗുപ്ത ഫാമിലി IT-യുടെ ഏറ്റവും വലിയ ഫാമിലിയാണ്. ഡൽഹി ബേസ് ചെയ്തിട്ട് ഒരു വലിയ ഫാമിലിയാണ് ഗുപ്ത. ഓക്കെ, ആ ഗുപ്ത എന്ന് പറഞ്ഞൊരു ഒരു കമ്മ്യൂണിറ്റിയാണ്. അവരിപ്പോ നായേഴ്സ് എന്ന് പറയുന്നില്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പാണ് അവര്. ഒരു സമുദായം പോലത്തെ ആൾക്കാരാണ് അവര്. അവരുടെ പ്രധാനപ്പെട്ട ഒരു ഫാമിലിയാണ് അറിയപ്പെടുന്ന ഗുപ്ത ഫാമിലിയാണ്. അപ്പൊ അതില് അവര് വിങ്ങിൽപ്പെട്ട ആളുകളാണ് ഇന്ത്യയിലെ പല IT കമ്പനികൾ നിയന്ത്രിക്കുന്നത്. ഓക്കെ, മനസ്സിലാ? ആ ഗുപ്ത എന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ ഇതില് ഉള്ള ഗുപ്തയുണ്ട്. നമ്മളെ പേൾവൻ ഇന്റർനാഷണലും ആദ്യമായിട്ട് ഡൽഹി ഇൻട്രൊഡ്യൂസ് ചെയ്തതും നീരജ് ഗുപ്ത എന്നൊരു ഗുപ്തയാണ്. ഓക്കെ, ഇതെല്ലാം കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ചില ആൻസറുകൾ പല ആൾക്കാർക്ക് കിട്ടും. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഇയാളെ പേരും ഒരു ഗുപ്തയാണ്. പേൾവൻ ഇന്ത്യയില് ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രധാന ആളും നീരജ് ഗുപ്ത എന്ന് പറഞ്ഞ IT കമ്പനിക്കാരനാ. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നതിൽ ഒരു തോന്നലുണ്ടായിട്ടുണ്ട് സാറേ. തീർച്ചയായിട്ടും നമ്മുടെ വിഷൻ. വേറെ കാര്യം, ഇന്ത്യയിൽ ഇപ്പൊ ഈ കമ്പനിയിൽ തന്നെ ഒരുപാട് CoinDCX ഒരുപാട് ക്രിപ്റ്റോ അവർ ഓൾറെഡി ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. അത് മാത്രമല്ല അവര് UPI ട്രാൻസ്ഫർ വഴിയാണ് സാറേ എക്സ്ചേഞ്ചിൽ ട്രേഡ് നടത്താൻ പറ്റും സാറേ. UPI നമുക്ക് USDT ഒന്നും വേണ്ട. നമ്മുടെ ഇന്ത്യൻ മണി UPI വഴി ഗൂഗിൾ പേ, ഫോൺ പേ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസി വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യാം CoinDCX. അത്ര വലിയ മാറ്റമാണ്. അങ്ങനെ ചെയ്യുന്ന കൂടാതെ അത് ഇപ്പൊ ഓൾറെഡി ഉണ്ട്, റണ്ണിങ് ആണ്. അതുകൂടാണ് വെബ്3 പോകുന്നത്. ഇവരെ യഥാർത്ഥ ലക്ഷ്യം വെബ്3 വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് വരിക എന്നുള്ളതാണ് CoinDCX. 2022 മുതൽ അവർ അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ വരുമ്പോ അതില് ആ ഒരു ലിസ്റ്റിംഗിൽ PVC മെറ്റ ഉണ്ട്. അതാണ് നമ്മുടെ സന്തോഷം. കാരണം ആ കമ്പനി, ഇന്ത്യൻ ഒരു കമ്പനിയും കൂടെ PVC മെറ്റ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യമാണ് സാറേ. അതെ 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 അതെ. പിന്നെ ചെറിയ 1-2 കമ്പനികളിലെല്ലാം US ബേസ് ചെയ്തിട്ടുള്ള എക്സ്ചേഞ്ചിങ്ങെല്ലാം ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തായിട്ട് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. PVC മെറ്റ അല്ലേ, ട്രയലിന് വേണ്ടിട്ട് അവർ വലിയ കമ്പനിയിലേക്ക് പോയിട്ടില്ല. ചെറിയ കമ്പനികളിൽ ചില ഇതുപോലുള്ള കമ്പനികൾ ട്രേഡിങ്ങിന് അവർ തുറന്നു കൊടുത്ത് ട്രേഡ് ചെയ്ത് നോക്കുന്നുണ്ട്. അതവർക്ക് ടെസ്റ്റിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും. വലിയ കമ്പനിയിലേക്ക് അവർ വന്നിട്ടില്ല. നമ്മുടെ സിസ്റ്റം എപ്പോഴും എന്ത് ചെയ്യും, ടെസ്റ്റും എററും നടത്തി ശരിക്കും 100% സേഫായ മാത്രമേ അവരെന്ത് ചെയ്യും, വലിയ പ്ലാറ്റ്ഫോമിലേക്ക് വരും. ശരി ശരി. അതുകൊണ്ട് എപ്പോഴും അവരൊരു ഓപ്പൺ ആയിട്ട് വരും. കാരണം ഇത് ഗ്ലോബലി തുറക്കേണ്ട സാധനമാണ്. അപ്പൊ അതിനൊരു സമയം എടുക്കും സാറേ. പക്ഷെ ഇതെല്ലാം സംഭവിക്കുന്ന വർഷം 2025 എന്തായാലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഈ മാസം 28-നാണ് PVC മെറ്റന്റെ മൂന്നാം പിറന്നാള്. അപ്പോ എന്തെങ്കിലും പ്രതീക്ഷിക്കാം ചിലപ്പോ. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഗവൺമെന്റിന്റെ ഭാഗത്ത് എന്തെങ്കിലും പേപ്പറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ കിട്ടാൻ ലേറ്റ് ആയി അവർക്ക് ലേറ്റ് ആക്കാം. ഇല്ലെങ്കിൽ ഗ്ലോബൽ ആയിട്ട് എന്തെങ്കിലും ചിലപ്പോ അവര് പുറത്തു വിടും. നോക്കാം സാറേ. അത് നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പം ഒരു അപ്ഡേഷൻ വരുന്നുണ്ട് എന്നുള്ളത് അല്ലേ? അതെ അതെ, എന്തൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. ഈ സിസ്റ്റം ഇതേപോലെ കണ്ടിന്യൂ ചെയ്താൽ തന്നെ ആയിരക്കണക്കിന് ആള് രക്ഷപ്പെടില്ല സാറേ. പിന്നെ 100% ഒരു അപ്ഡേഷൻ ഇല്ല. അത് ഇപ്പൊ നിൽക്കുന്ന ഇതേ സർവീസ്, ഈ സിസ്റ്റം തുടർന്നായിട്ട് 2 കൊല്ലം കൊടുത്തു കഴിഞ്ഞാല് സോറി ധാരാളം മതിയല്ലോ. നമ്മുടെ വിഷൻ 100% വിജയിക്കും. ഓക്കെ സാർ, ഞാൻ വിളിക്കാം. ഓക്കെ, താങ്ക് യു.